ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ ഏതു തരം വാദങ്ങൾ മാറാനും ശരീരവേദന ഇല്ലാതാക്കാനുമുള്ള പ്രസാദമാണ്. ഭക്തർ ഒരുപാട് പേർ അവരുടെ അനുഭവകഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ണൻ്റെ ആടിയ എണ്ണ പുരട്ടിയതിലൂടെ അവർക്കുണ്ടായ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടിയതായിട്ട്. അതിലുപരി വേണ്ടത് ഭക്തിയും വിശ്വാസവുമാണ്. വാതരോഗഗ്രസ്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പല ചികിത്സകൾ കൊണ്ടും പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ടും രോഗം മാറാതെ ഒടുവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 100 ദിവസം ഭജനമിരിക്കാൻ വന്നു. 100 ദശകങ്ങളുള്ള ഒരു സ്തോത്രകാവ്യം കണ്ണന് സമർപ്പിക്കണം. നിർമ്മാല്യം മുതൽ എല്ലാ പൂജകളും കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹം. ഭജനത്തിന്റെ 3-ാം ദിവസം അന്നും പതിവ് പോലെ ഭട്ടതിരി മേൽശാന്തിയോടൊപ്പം നിർമ്മാല്യ ദർശനത്തിന് എത്തിയിരുന്നു. നിർമ്മാല്യവും എണ്ണ അഭിഷേകവും കണ്ട് തൊഴുതു. മണ്ഡപത്തിലിരുന്ന് തന്റെ കാവ്യകുസുമം ഭഗവത് പാദത്തിൽ അർപ്പിച്ചു. എന്നാൽ 3-ാം ദശകത്തിലെ 1-ാം ശ്ലോകം പടന്തോ നാമാനി എന്ന ശ്ലോകരചന തുടങ്ങി. അസഹ്യമായ കാൽവേദന കൊണ്ട് മുന്നോട്ട് എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ദർശനത്തിനെത്തിയ ഭക്തജനങ്ങളെ നോക്കി ഭഗവത് ഭക്തിയുള്ള ഇവരെപ്പോലെ എന്നെയും ഭക്തനാക്കണേ എന്ന് ഉള്ളുരുകി കണ്ണനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഭട്ടേരിയുടെ പ്രാർത്ഥന ഭഗവാന് കേൾക്കാതിരിക്കാനാവോ? പെട്ടെന്ന് തന്നെ ഒരു കൈയിൽ വെള്ളിക്കുടത്തിൽ ആടിയ എണ്ണയും മറുകൈയിൽ പാദതുളസിയും കളഭവുമായി കീഴ്ശാന്തി ശ്രീകോവിലിൽ നിന്ന് ഭക്തജനങ്ങളുടെ പ്രസാദ വിതരണത്തിനായി ഇറങ്ങി വന്നു. പട്ടേരിക്ക് സമീപം എത്തുകയും പ്രസാദം കൊടുക്കുകയും ചെയ്തു. ആടിയ എണ്ണ അദ്ദേഹം തൻ്റെ 2 കാലിലും പുരട്ടി പാദതുളസിയുടെ സുഗന്ധവും അനുഭവിച്ചു. കളഭപ്രസാദം ശരീരത്തിലും അണിഞ്ഞു. അങ്ങനെ ശരീരവേദനയ്ക്ക് ആശ്വാസം ലഭിച്ചു. തുടർന്ന് അദ്ദേഹം കാവ്യരചന എഴുതിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഭക്തോത്തമനായ നമ്മുടെ ആ ഭഗവാന്റെ ലീലകൾ എത്രമാത്രം നമ്മൾ കേട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ആ ഭഗവാനെ മുറുകെ പിടിക്കുക. ഭഗവാനും രാധാറാണിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ.